Lord, I lift your name on high. Lord, I love to sing your praises. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to show the way, from the earth to the cross, my debt to pay. From the cross to the grave, from the grave to the sky, Lord, I lift your name on high. Lord, I lift your name on high. Lord, I love to sing your praises. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to show the way, from the earth to the cross, my debt to pay. From the cross to the grave, from the grave to the sky, Lord, I lift your name on high. Lord, I lift your name on high. Thank you. Very good, Molu. Very good. God bless you. അങ്ങനെ നെക്സ്റ്റ് ജനറേഷനും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പാടുന്നത് കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തിരിക്കയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് സ്തോത്രം സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു നമ്മെ രക്ഷിക്കുവാൻ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, ഈ ഭൂമിയിൽ നിന്ന് ക്രൂശിലേക്ക്, ക്രൂശിൽ നിന്ന് സ്തോത്രം കല്ലറയിലേക്ക്, കല്ലറയിൽ നിന്ന് മഹത്വത്തിലേക്ക്. ഹല്ലേലൂയ. That is what we sang. Praise the Lord. നമ്മുടെ കർത്താവിന്റെ ആ വലിയ പ്രവൃത്തിക്കായി, മഹത്വത്തിനായി ദൈവത്തിന് സ്തോത്രം. അവൻ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിപ്പാനാണ്. നമ്മെ തേടി വന്ന ഒരു ദൈവം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ പഠിപ്പിച്ച, ഇപ്പോൾ പാട്ടുപാടിയ മോടെ മമ്മിയും മമ്മിയുടെ പപ്പായും മമ്മിയും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ നേരത്തെ ശുശ്രൂഷിച്ചത്. സാരണി MP. അവിടുത്തെ ഒരു ഞായറാഴ്ച വൈകുന്നേരത്തെ യോഗത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് ഞാൻ പ്രസംഗിച്ച വിഷയം എനിക്ക് ഓർമ്മയുണ്ട്. ദ ലോർഡ് ഹൂ സീക്സ്, അന്വേഷകനായ ദൈവം. പിന്നീട് അത് കൂടുതൽ കാര്യങ്ങൾ കർത്താവിനെ പഠിപ്പിച്ചു. അത് ഞാൻ ബൈബിളിൽ തന്നെ 33-ാം അധ്യായത്തിൽ നിന്നാണ് അന്ന് എന്നോട് കർത്താവ് സംസാരിച്ചത്. ഞാൻ അതിൽ തന്നെ 10-12 കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അതൊന്ന് ബൈബിളിൽ താളുകൾ ഇങ്ങനെ വേറെ പല വിഷയങ്ങൾക്ക് വേണ്ടി മറിച്ചപ്പോൾ ആ വിഷയങ്ങൾ കണ്ടു. സ്തോത്രം. അന്വേഷകനായ ദൈവം. ആ അന്വേഷകനായ ദൈവം സ്തോത്രം ഏറ്റവും ആദ്യം അന്വേഷിച്ചത് മനുഷ്യ ചരിത്രത്തിൽ കാണുന്നത് 33:9 നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരയുന്ന ദൈവം. The Lord, the Creator who seeks the lost man. മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞത് ഓർമ്മ കാണും. ബ്രദർ ആർ സ്റ്റാൻലിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. Lost cannot seek the loser, but the loser should seek the lost. The gospel, the history of the gospel is the history of
seeking the lost by the loser. Yes, praise God. Yes, Joby, remember you. Stotram, loser can seek the lost and the lost cannot seek and find the loser. Here God is the loser and man is the lost. The lost man cannot seek God the loser, but God the loser took the initiative to seek us and find us. That began in Genesis 3:9, but climaxed on the cross and still continuing through the gospelization or evangelization. സ്തോത്രം. പാപം ചെയ്തു പോയ മനുഷ്യൻ നഷ്ടപ്പെട്ടവനാണ്. നഷ്ടപ്പെട്ടതിന് നഷ്ടം സഹിച്ചവനെ അന്വേഷിക്കുക എന്നത് സാധ്യമല്ല. എന്നാൽ ലൂസർ, നഷ്ടം ഏറ്റവനാണ് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുന്നത്. ആ നഷ്ടം ഏറ്റവൻ നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കുന്ന ചരിത്രമാണ് സുവിശേഷത്തിന്റെ ചരിത്രം. അതാണ് ബൈബിളിന്റെ ചരിത്രം. അതായത് സ്രഷ്ടാവായ ദൈവത്തിന് പാപം നിമിത്തം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവം തിരക്കി ഇറങ്ങിയ ചരിത്രവും മനുഷ്യനെ കണ്ടെത്തിയ ചരിത്രവുമാണ് ബൈബിളിന്റെ ചരിത്രം, സുവിശേഷത്തിന്റെ ചരിത്രം. ലോക മതങ്ങളൊക്കെ നേരെ തിരിച്ച. The loser God never ever can find. അങ്ങനെയുള്ള നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ തപ്പി നടന്നാൽ കിട്ടുന്നവനല്ല ദൈവം. പകരം ദൈവമാണ് മനുഷ്യനെ അന്വേഷിച്ചിറങ്ങിയത്. ആ ചരിത്രം പഠിപ്പിക്കുന്ന ഒരൊറ്റ വിശ്വാസമേ ലോകത്തിലുള്ളൂ. അത് വേദപുസ്തകത്തിന്റെ വിശ്വാസമാണ്. അത് സുവിശേഷത്തിന്റെ വിശ്വാസമാണ്. അത് ക്രിസ്ത്യാനിത്വത്തിന്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, it's a relationship. Christianity is a way, the way to God, to eternity. നിത്യതയിലേക്കുള്ള, ദൈവത്തിങ്കിലേക്കുള്ള വഴിയാണ് ക്രിസ്ത്യാനിത്വം എന്ന് നാം അതുകൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ അത് തുടങ്ങിയത് ഉൽപ്പത്തി 3:9 നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ദൈവം. അതിന്റെ പരമകാഷ്ഠ, അതിന്റെ ക്ലൈമാക്സ് നാം കാണുന്നത് ക്രൂശിലാണ്. അതാണ് നാം ആ ഗാനത്തിലൂടെയും ആ കോറസിലൂടെയും പാടിയത്. നമ്മെ തേടി വന്ന കർത്താവ് ക്രൂശിൽ അവൻ നമ്മെ തേടി വന്നു, നമ്മെ കണ്ടെത്തി. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അത് തിരിച്ചറിയാൻ നമുക്ക് തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ തേടിനായിട്ട് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടാറുള്ളത്, ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്ന് ഏറ്റിയവൻ, ചർവാഹെ കിനായി ഢൂണ്ടാ ഉസ്നെ, പാപോं की खी से निकाला हमें. പ്രൈസ് ദ ലോർഡ്. തന്റെ രക്തം കൊണ്ട്, ഹിന്ദിയിൽ നമ്മൾ വീണ്ടും പാടാറുണ്ട്, മേരാ ദിൽ മേ നയാ ഗാന എന്നും പറഞ്ഞ്, എന്റെ നാവിൽ നവഗാനം എന്ന് പറഞ്ഞ ആ പാട്ടിനകത്ത് പാടാറുണ്ട്. खींच से उसने मेरे प्राण को खींच के निकाला, खून से उसने बदबू सारा बिल्कुल दूर किया. പാപച്ചെളിയിൽ നിന്നും എന്നെ അവൻ വലിച്ചു കയറ്റി, തന്റെ ചങ്കിലെ ചോര കൊണ്ട് എന്നെ കഴുകി ദുർഗന്ധമൊക്കെയും മാറ്റി. അതെ, പാപച്ചേറ്റിൽ നിന്ന് കരകയറ്റപ്പെട്ട, രക്തത്താൽ കഴുകൽ പ്രാപിച്ച വിശുദ്ധന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നാം അതുകൊണ്ട് ആ കർത്താവിനോട് നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതം കഴിക്കുവാൻ ദൈവം നമുക്ക് വീണ്ടും കൃപയേകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ തിരുനാമത്തെ സ്തുതിച്ചും നിങ്ങൾ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിച്ചും പുതുതായി ജോയിൻ ചെയ്തവരെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തും കൊണ്ട് നമ്മൾ പഠിച്ചു വരുന്ന വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ സ്തോത്രം നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാൻ ഇന്ന് രാത്രിയിലും ഇട നൽകുമാറാകട്ടെ. സ്തോത്രം.
നാം ഈ ദിവസങ്ങളിൽ പഠിച്ചു വരുന്ന വിഷയം, സ്തോത്രം, പുതുതായി വന്നവർക്ക് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. സെർമൺ ഓൺ ദ മൗണ്ട്, മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ കാണുന്ന ആ സന്ദേശങ്ങൾ, അതിനെ നാം പൊതുവെ വിളിക്കുന്നത് ഗിരിപ്രഭാഷണം എന്നാണ്. യേശു ക്രിസ്തുവിന്റെ മലപ്രസംഗം. 5 verse 1 and verse 2 speak about Jesus seeing the crowd got on the top of the mountain. But chapter 8 verse 1 says Jesus came down from the mountain. So between climbing up and climbing down, Jesus spoke that particular 5, 6, 7 from the mountain top, and that's why it is called the Sermon on the Mount. യേശു കർത്താവ് പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി എന്ന് 5-ന്റെ തുടക്കത്തിലും അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് മത്തായി 8-1 കാണുന്നത് കൊണ്ട് മലയിൽ കയറിയതിനും ഇറങ്ങിയതിനും ഇടയിലുള്ള ആ സന്ദേശത്തെ, ആ 3 അധ്യായങ്ങളെ, 5, 6, 7 അധ്യായങ്ങളെ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എന്ന് നമ്മൾ വിളിക്കുന്നു. അതാണ് നമ്മുടെ പഠന വിഷയം, മഗ്ന കാട്ട. അതിൽ നമ്മൾ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായിട്ട് ചിന്തിച്ചു വരുന്നത്, യേശു ക്രിസ്തു അതിന്റെ ഇൻട്രൊഡക്ഷനിൽ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ബിയാറ്റിറ്റ്യൂഡ്സ്, 8 ബ്ലെസ്സഡ്നെസ്, 8 ഭാഗ്യവർണ്ണനകൾ, 5-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് 10-ാമത്തെ വാക്യം വരെ. അതാണ് നാം ഇപ്പോൾ പഠിച്ചു വരുന്നത്. Chapter 5 verses 3 to 10 we see the beatitudes, and that is what we are learning in these days. നാം കഴിഞ്ഞ ഏകദേശം 100 ചില്ലുവാന ദിവസങ്ങളായി നമ്മൾ ആ ഭാഗങ്ങൾ പഠിച്ചു വരികയാണ്. കർത്താവ് ഇതുവരെ നമ്മെ സഹായിച്ചു. ചില ദിവസങ്ങൾ കൂടെ നമുക്കതിൽ നിൽക്കണം. അതിനുശേഷം ബാക്കി ഭാഗത്തേക്ക് 120. ഓക്കെ, താങ്ക് യു. നാം അതിലേക്ക്, അതിന്റെ ബാക്കി ഭാഗത്തേക്ക് ഇതിന് ശേഷം പോകുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പുതുതായിട്ട് വന്നവർ നമ്മുടെ കൂടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇത്രയും ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. 8-ാമത്തെ ഭാഗ്യവർണ്ണന, ദ ലാസ്റ്റ് ബിയാറ്റിറ്റ്യൂഡ്, ബ്ലെസ്സഡ് പ്രൊനൗൺസിയേഷൻ, ഡിക്ലറേഷൻ ഓഫ് ദ ബ്ലെസ്സഡ്നെസ്, 8th one, ലാസ്റ്റ് വൺ. അതാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. ആ വാക്യം ഒന്നും കൂടെ വായിക്കാമല്ലോ. മാത്യു 5 verse 10 പ്ലീസ്. 5-10. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മതി. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. This is the last beatitude Jesus pronounced. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക. നമ്മൾ കണ്ടു, all these 8 beatitudes are default experiences of a true Christian. Despite difference of cultures, time and so on. മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഏത് കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക്, ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കുള്ള സ്വഭാവ വിശേഷതകളാണ് ഈ 8 അനുഭവങ്ങളെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഒന്നാണ്, സ്തോത്രം, നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക. So there are different reasons for Christians to be persecuted. ദൈവത്തിന്റെ ജനത്തിന് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ സാത്താന്യമായ കാരണങ്ങളുണ്ട്, നമ്മളത് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഉപദ്രവങ്ങൾക്ക് പിൻപിലുള്ള ദൈവീക കാരണങ്ങളാണ്. ഡിവൈൻ റീസൺസ് ബിഹൈൻഡ് അവർ പെർസിക്യൂഷൻസ്. അതിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, എനിക്ക് തോന്നുന്നു 9ാമത്തേതായിരുന്നെന്നാ തോന്നുന്നു, അല്ലേ? 9th റീസൺ. എൻ്റെ ചിന്തകളിൽ വന്നതും നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് സിസ്റ്റർ സോഫിയയും നമ്മുടെ ബ്രദർ ജിജോ ജോസഫും
UK-യിൽ നിന്ന്, അയർലൻഡിൽ നിന്ന്, UK-യിൽ നിന്ന്, ലിവർപൂളിൽ നിന്ന്, ഇവർ രണ്ടുമാണ് എനിക്ക് കുറച്ച് അയച്ചു തന്നത്. അവര് അയച്ച ചിലതും കൂടെ ഞാൻ ഈ കൂട്ടങ്ങളിൽ യോജിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു റൗണ്ട് ഫിഗറിലാക്കി വെച്ചിരിക്കുന്നത് 20 എണ്ണമാണ്. അതിൽ 9ാമത്തേതാണ് അല്പം കൂടെ സ്പീഡപ്പ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ തുടങ്ങുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. മനഃപൂർവ്വമായിട്ടല്ല, അങ്ങനെ ആയിപ്പോവുകയാണ്. സ്തോത്രം. അപ്പോൾ 9ാമത്തേതാണ് നാം അതിൽ ചിന്തിച്ചത്. ഓർമ്മ കാണുമായിരിക്കും, the 9th divine reason behind our persecution is the persecutions produce hope. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഉപദ്രവങ്ങൾ, കഷ്ടതകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ഇവ പ്രത്യാശ ഉളവാക്കുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ സഹോദരങ്ങൾ മറ്റോ രണ്ടുപേരും എഴുതി അയച്ചതിനകത്ത് ഉണ്ട് താനും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോൾ, ഉപദ്രവങ്ങൾ പെരുകുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ശുദ്ധമായി തീരും. ആ ശുദ്ധമായി തീരുമ്പോൾ നമുക്ക് കർത്താവിനെ കാണാനുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് സംഭവം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് സ്കൂളിൽ പോവാണെങ്കിൽ അന്ന് സാറ് വരണേ എന്ന് അവര് പ്രാർത്ഥിക്കുന്നത്. ഹോംവർക്ക് ചെയ്യാതെ പോവാണെങ്കിൽ ഇന്ന് സാറ് വരല്ലേ എന്നാ പ്രാർത്ഥിക്കുന്നത്. ഇല്ലേ കുഞ്ഞുങ്ങളെ? നമ്മളൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഓർമ്മയുണ്ട്, നാട്ടിലെ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച പിള്ളേരല്ലേ. അപ്പം ഇതുപോലെ അടി കിട്ടാൻ സാധ്യതയുള്ള ദിവസം പോകുന്ന വഴിക്ക് ചില ചെടി, അതിന്റെ ഇല, അതൊക്കെ കെട്ടിവെച്ചിട്ട് ഇന്ന് സാറ് വരരുത്, അയ്യോ സാറ് മരിക്കണമെന്നും പറഞ്ഞ് ചാകണമെന്നും പറഞ്ഞ് പോലും ചെയ്യുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു അന്നൊക്കെ. ഒറ്റ കാര്യമുള്ളൂ, ഹോംവർക്ക് ചെയ്തിട്ടില്ല. നമ്മള് വണ്ടി കൊണ്ട് പോകുമ്പം പേപ്പേഴ്സ് എല്ലാം റെഡി ആണെങ്കിൽ ഇന്ന് പിടിച്ചു നിർത്തി ഒന്ന് ചെക്ക് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ പോകുന്നത്. നേരത്തെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സൈക്കിളും മുനിസിപ്പാലിറ്റിയിൽ അല്ലെ പഞ്ചായത്തിൽ പതിപ്പിക്കണമായിരുന്നു, രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അപ്പൊ ഇന്ന് വണ്ടിയൊക്കെ പിടിക്കുന്ന പോലെ പണ്ട് സൈക്കിൾ പോലീസുകാർ പിടിക്കുമായിരുന്നു. അപ്പം ഞാൻ ആഗ്രഹമുള്ള സമയത്ത് അവിടെയുള്ള ഒരു അങ്കിള് പറയും, ഞാൻ അവിടെ അന്ന് പ്രസംഗിച്ചപ്പോ ഇതുപോലെ എന്തോ പറഞ്ഞായിരുന്നു, എന്റെ സൈക്കിളെ എല്ലാം പതിപ്പിച്ചതാ, പക്ഷെ ഞാൻ അതിലേ പോയിട്ട് പോലീസുകാർ എന്നെ പിടിക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് അവിടെ കുറച്ച് വട്ടം കറങ്ങിയിട്ട് ബെല്ലടിച്ചുകൊണ്ട് നടന്നു, പോലീസ് എന്നെ ഒന്ന് പിടിക്കെന്നും പറഞ്ഞു. ഇതാണ് പ്രത്യാശ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ ആ കഷ്ടതകൾ നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കും. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് രൂപാന്തരപ്പെടും, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബോൾഡ്നെസ്, ദൈവത്തെ അഭിമുഖീകരിക്കുവാനുള്ള പ്രാഗൽഭ്യം, ബോൾഡ്നെസ് ഉണ്ടാകുന്നു. ആ ബോൾഡ്നെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ അകത്തൊന്ന് ആഗ്രഹമാണ്, പെട്ടെന്ന് കർത്താവ് ഒന്ന് വന്നാൽ മതിയെന്ന്. അതാണ് പ്രത്യാശ. സ്തോത്രം. അതാണ് ഈ കഷ്ടത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറയുന്നത്. ആ പ്രോസസ്സാണ് നാം റോമൻസ് 5:3, റോമർ 5:3 കാണുന്നത്. Tribulations or persecutions or troubles, patience, character, then comes hope. സ്തോത്രം. റോമർ 5:3 നമ്മൾ വായിച്ചതാണ്. കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു, സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കുന്നു, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. സ്തോത്രം. അങ്ങനെ പ്രത്യാശ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നവരായിട്ട് മാറും. We rejoice even in tribulations. പ്രശ്നങ്ങളിലും കഷ്ടങ്ങളിലും കൂടെ നമ്മൾ സന്തോഷിക്കുന്നവരായിട്ട് തീരും. അതാണ് നാം ഏറ്റവും ഒടുവിൽ കണ്ടത്. ഇനിയും അതിൽ നിൽക്കുന്നില്ല, അവിടെ നിന്നും
പോവുകയാണ്. സ്തോത്രം. ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നത് കർത്താവിന്റെ വരവിനെ ആയിരിക്കും. സ്തോത്രം. നമ്മളെപ്പോഴും കർത്താവിനെ കാത്തിരിക്കുന്നവരായി തീരുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. Always watching over, always waiting for, eagerly waiting for the advent of Christ. പ്രത്യാശ എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവ് എപ്പോൾ വരും? സ്തോത്രം. അതിനു വേണ്ടിയിട്ടുള്ള വാഞ്ചയോടെ കാത്തിരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അത് നമ്മിൽ വർദ്ധിപ്പിക്കുന്ന കഷ്ടതകളും നമ്മിൽ പെരുകട്ടെ. സ്തോത്രം. ചിലപ്പോൾ അതിന് ആമീൻ പറയാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നരഹിതമായ അവസ്ഥകൾ നമ്മെ ഇവിടെ അടിഞ്ഞുകൂടാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ നമ്മെ ഇവിടെ നിന്നും പറക്കുവാനായിട്ട് പ്രേരിപ്പിക്കും. സ്തോത്രം. ആയതിന്റെ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തട്ടെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 10ാമത്തെ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. The 10th divine reason behind our persecutions. സ്തോത്രം. 10ാമത്തെ കാരണം. Persecutions are part of general punishments for sin. That is part of general punishments for sin, as a remedy for sins, to eradicate sin from within. 3 കാര്യങ്ങൾ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ, കഷ്ടതകൾ, സങ്കടങ്ങൾ എന്ന് പറയുന്നത് പാപത്തിനോട് അല്ലെങ്കിൽ പാപത്തോടുള്ള ദൈവത്തിന്റെ പൊതുവായ ശിക്ഷാ നടപടിയുടെ ഭാഗമാണ്. പാപത്തിന് എന്തുണ്ട്? ശിക്ഷയുണ്ട്. ആ പാപത്തിന്റെ ശിക്ഷാ നടപടിയുടെ ഭാഗമാണിത് എന്ന് പറയുമ്പോൾ, സ്തോത്രം, എന്തിനു വേണ്ടിയിട്ടാണ്? ആസ് എ റെമഡി ഫോർ അവർ സിൻസ്. പാപത്തിന് പരിഹാരം എന്ന വണ്ണമാണത്. പാപത്തിന് പരിഹാരം എന്ന വണ്ണം. പാപത്തിന് പരിഹാരം എന്ന് പറയുമ്പോൾ, ടു ഇറാഡിക്കേറ്റ് സിൻഫുൾ നേച്ചർ ആൻഡ് അവർ സബ്ജക്ഷൻ ടു ദ സിൻഫുൾ നേച്ചർ. പാപ സ്വഭാവത്തോടുള്ള നമ്മുടെ അടിമത്വത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ. To set us free from the sinful nature and the influence of sins. സ്തോത്രം. പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മെ സ്വതന്ത്രരാക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗവും കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ കഷ്ടതകൾ എന്ന് പറയുന്നത്. സ്തോത്രം. അത് നമുക്ക് നേരത്തെ വായിച്ച ഒരു ഭാഗമാണെങ്കിലും ഒന്നും കൂടെ നമുക്ക് വായിക്കാം. 1 Peter chapter 4 verses 1 and 2. 1 പത്രോസ് 4-ന്റെ 1-2 വാക്യങ്ങൾ. Therefore, since Christ suffered in his body, arm yourselves also with the same attitude, because he who has suffered in his body is done with sin. സ്തോത്രം. He who has suffered in his body has done with sin, ceased from sin. സ്തോത്രം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമ്മളും ആ ഭാവം തന്നെ ഉള്ളവരായിരിക്കണം.
എന്നിട്ടാണ് രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്തോത്രം, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ഇനിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അതാണ് ശേഷിച്ചിരിക്കും കാലം. ഇനി നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ, ഉപദ്രവങ്ങൾ നമ്മെ എന്ത് ചെയ്യുന്നു എന്നാണ്? പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും വിടുവിക്കുന്നു. സ്തോത്രം. മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക്, രക്ഷയുമായിട്ടുള്ള ബന്ധത്തിൽ. രക്ഷയുടെ ഇതൊരു സുവിശേഷ സന്ദേശമാണ്. ചില മണിക്കൂറുകളോ സെഷൻസോ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സന്ദേശം 4 വാചകങ്ങളിൽ ഞാൻ ഒതുക്കി തീർക്കാം. നമ്മുടെ രക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ 4 ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വശങ്ങൾ. സാൽവേഷൻ, ഇറ്റ്സ് ഡെലിവറൻസ് ഫ്രം the punishments or the condemnation of sins. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനം ആണ് രക്ഷയുടെ ഒന്നാമത്തെ ഘടകം. 2, deliverance. Salvation means deliverance from the guilt of sin. പാപത്തിന്റെ guilt, ഹന്ന, അപരാധബോധത്തിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്നുള്ള മോചനമാണ്. തേർഡ് ആസ്പെക്ട്, മൂന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത്, യെസ്, ആബ്സല്യൂട്ട്ലി, ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് സിൻ. ഡെലിവറൻസ് ഫ്രം ദ ഇൻഫ്ലുവൻസ്, പവർ ഓഫ് സിൻ. നാലാമത്തേതാണ് ഫ്യൂച്ചറിസ്റ്റിക്ക. എന്താണത്? It is the deliverance from the very presence of sin. Praise God. സ്തോത്രം. ഈ 4 ഭാഗങ്ങളും കൂടെ വരുമ്പോഴേ രക്ഷയുടെ പൂർണ്ണത കൈവരിക്കുന്നുള്ളൂ. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ, deliverance from the condemnation or punishments. രണ്ടാമത്, from the guilt, കുറ്റബോധത്തിൽ നിന്നുള്ള വിടുതൽ. മൂന്നാമത്തേത്, ഡെലിവറൻസ് ഫ്രം ദ പവർ ഓർ ഇൻഫ്ലുവൻസ് ഓഫ് സിൻ, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നുമുള്ള മോചനം, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള മോചനം. സ്തോത്രം. നാലാമത്തേതാണ് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുമുള്ള മോചനം. അത് കർത്താവിന്റെ വരവെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാം ഈ ലോകം വിട്ടു പോകണം. മരണത്താലോ കർത്താവിന്റെ വരവിനാലോ നാം ഈ ലോകം വിട്ടു പോകുമ്പോൾ മാത്രമേ അതിന് നാലാമത്തെ ഭാഗം വരികയുള്ളൂ, പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നുമുള്ള മോചനം. എന്നാൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഉപദ്രവങ്ങൾക്ക് പിൻപിലുള്ള 10ാമത്തെ ദൈവിക കാരണം, പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ പൊതുവായ ശിക്ഷാ നടപടിയുടെ ഭാഗമാണ് ഉപദ്രവം എന്ന് പറഞ്ഞാൽ, പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ, സ്തോത്രം, നമ്മിലുള്ള പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും നമ്മെ വിടുവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണേ. സ്തോത്രം. നാം രക്ഷിക്കപ്പെട്ടാലും നമ്മിൽ എന്തുണ്ട്? പാപം ഉണ്ട്. 1 John chapter 1, 1 യോഹന്നാന്റെ ലേഖനം, യോഹന്നാന്റെ 1ാമത്തെ ലേഖനം, ഫസ്റ്റ് എപ്പിസിൽ by John the Apostle, chapter 1 and verse 7, 8, verse 8, 8ാമത്തെ വാക്യം.
നമുക്ക് പാപമില്ല എന്ന് deceiving ourselves and the truth is not in us. ഓക്കെ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. If we say that we have no sin, we deceive ourselves. സ്തോത്രം. യോഹന്നാൻ പറയുകയാണ്, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ ആരോടാ പറയുന്നത്? രക്ഷിക്കപ്പെട്ടവരോടാ. 3-ാം അധ്യായം 1-ാം വാക്യം ദൈവ മക്കളായി തീർന്നവരോടാ. 3-ാം അധ്യായം 2-ാം വാക്യം ക്രിസ്തുവിനെ താൻ ഇരിക്കും പോലെ കാണാനിരിക്കുന്നവരോടാ. 3-ാം അധ്യായം 2-ാം വാക്യം ക്രിസ്തുവിനോട് സദൃശരാകാനിരിക്കുന്നവരോടാണ് യോഹന്നാൻ പറയുന്നത് നമുക്ക് പാപം ഉണ്ട്. നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ദാറ്റ് മീൻസ് even after having got saved, even after having repented from sins, we have sinful nature within us. That is the meaning of verse 8 of chapter 1. That doesn't mean that we continue in sin. Don't confuse it. ആ വിഷയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത്. രക്ഷിക്കപ്പെട്ടവരോട് ഓക്കെ 1-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയുള്ളവരോട്, 3-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവ മക്കളായവരോട്, 3-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ താൻ ഇരിക്കും പോലെ കാണുവാൻ ഇരിക്കുന്നവരോട്, ക്രിസ്തുവിനോട് സദൃശന്മാരാകാൻ ഉള്ളവരോടാണ് യോഹന്നാൻ 1:8 പറഞ്ഞത് നമുക്ക് എന്തോ ഉണ്ടെന്ന്? പാപമുണ്ട്. അതായത് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം ഡിസെപ്ഷനിലാണ്, വഞ്ചനയിലാണ്. അതിന്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെട്ട നമ്മൾ ഇപ്പോഴും പാപത്തിൽ വസിക്കുന്നെന്നാണോ? അല്ല. പാപം നമ്മളിലുണ്ട് എന്ന് പറഞ്ഞാൽ still sinful nature is there within us. നമ്മിൽ ഇപ്പോഴും എന്ത്? പാപം വസിക്കുന്നുണ്ട്. പക്ഷേ പാപം വാഴരുത്. പാപം വസിക്കുന്നുണ്ട്, പക്ഷെ പാപം നമ്മിൽ വാഴരുത്. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഇനിയും എന്നിൽ പാപമില്ലെന്നൊന്നും ആരും പറയരുത്. അതാണ് യോഹന്നാൻ പറയുന്നത്. പാപമില്ലെന്നാരും പറയരുത്. പകരം നമ്മിൽ പാപം ഇപ്പോഴും ഉണ്ട്, പാപ സ്വഭാവം ഇപ്പോഴും നമ്മിലുണ്ട് എന്ന് നമ്മൾ അറിയണം, എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യോഹന്നാൻ 1:8 പറയുന്നത്. അങ്ങനെ പാപ സ്വഭാവം നമ്മിൽ ഉള്ളത് കൊണ്ട് വീണ്ടും അതിന്റെ ശക്തി പലപ്പോഴും നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഒരു അനുകൂലമായ സാഹചര്യം നോക്കി ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളും ഉപദ്രവങ്ങളും സങ്കടങ്ങളും ആ പാപ സ്വഭാവത്തെ നമ്മിൽ ബലപ്പെടാൻ അനുവദിക്കാതിരിക്കും. സ്തോത്രം. നമ്മെ പാപത്തോടുള്ള ഒരു അഭിനിവേശത്തിൽ നിന്നും മോചിപ്പിക്കും. ആൻഡ് therefore this is God's way of dealing with our sinful nature. നമ്മിലുള്ള പാപ സ്വഭാവത്തെ കൈകാര്യം ചെയ്യാനുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, ഒരു പരിപാടിയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ. സ്തോത്രം. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള മാത്തിക്കുട്ടിയെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ അവരുടെ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് മെയ് മാസം 1-ാം തീയതി ഇവർക്കെല്ലാം അവധിയായിരുന്നത് കൊണ്ട്
ഞങ്ങൾ എല്ലാവരും കൂടെ സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ട് പോയി ഉച്ച കഴിഞ്ഞ് തിരികെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സഹോദരിമാരെല്ലാരും കൂടെ ഫെയ്ത്ത് ഹോമിലും ഞങ്ങൾ സഹോദരന്മാരെല്ലാരും കൂടെ ചർച്ച് ഹാളിലും ഇങ്ങനെ അല്പസമയം വിശ്രമിക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ മാത്തിക്കുട്ടികൾ ഓർമ്മ കാണുമായിരിക്കും, ചാക്കോങ്കളുണ്ട്, അങ്കിൾ ഇങ്ങനെ താഴെ ഇങ്ങനെ കിടന്നുകൊണ്ട് പറയുകയാ, അന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് late 40s. അപ്പൊ പറയുകയായിരുന്നു, ആൾക്കാര് പ്രായമാകും തോറും തങ്ങളെ തന്നെ ചെറുപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പരിപാടികളൊക്കെ ഇണക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞു, ആൾക്കാര് പ്രായമാകുന്നതൊന്ന് പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം എന്റെ പാസ്റ്ററെ ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുക പെട്ടെന്നൊന്ന് വയസ്സനായാൽ മതിയെന്ന്. ഞങ്ങളെല്ലാം കൂടി ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, അതെന്താ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പെട്ടെന്ന് വയസ്സനാകാൻ? പറഞ്ഞു, ഇത് ഒന്ന് ബലഹീനപ്പെട്ടാൽ പാപത്തോടുള്ള ആസക്തി കുറച്ചൊന്ന് കുറയുമല്ലോ. സ്തോത്രം. പണ്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതെ, നമ്മുടെ ശരീരം ബലഹീനമായിരിക്കുമ്പോൾ നമുക്ക് പാപത്തോടുള്ള ഒരു അഭിനിവേശം, എ പാഷൻ ഫോർ സിൻ വിൽ ബി ലെസ് when our body is weak or we are suppressed and oppressed from all the four ways or the four directions. 4 ഭാഗത്തു നിന്നും നാം ഞെരുക്കപ്പെടുമ്പോൾ നമുക്ക് പാപത്തോടുള്ള ഒരു സുഖം, പാപത്തോടുള്ള ഒരു അഭിനിവേശം കുറയും. ശരിയല്ലേ? എന്തിനാ? നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണെന്നിരിക്കട്ടെ, ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഡിഷ്, ഇച്ചിരി പനിയുള്ളപ്പോഴോ വയറിന് ഒരു ചെറിയ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്തോ നമുക്ക് ഇഷ്ടമുള്ള സാധനത്തെ കുറിച്ച് ഒന്ന് ഓർക്കാൻ പറ്റുമോ? ഛർദിക്കാൻ പറയും ചിലപ്പോ ആ സമയത്ത്. ഏറ്റവും ഇഷ്ടമുള്ള സാധന, പക്ഷേ നമുക്ക് ആ സമയത്തത് ചിലപ്പം കളിയാക്കി ചോദിക്കും നമ്മുടെ വീട്ടുകാർ തന്നെ, ഇന്ന സാധനം തരട്ടെ ഇച്ചിരെന്ന്. എനിക്കെങ്കിലും വേണ്ടെന്ന് പറയും. പിന്നെയും തമാശയ്ക്ക്, ഇല്ല ഇച്ചിരി നിനക്ക് ഇഷ്ടമുള്ളതല്ലേ ഇച്ചിരി തരാം. ദേഷ്യം വരും അന്നേരം ആൾക്കാർക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞു എനിക്ക്. ചിലപ്പോ പറയും, എനിക്കാ സുഖമുള്ളപ്പം ചോദിക്കത്തില്ല, ചോദിച്ചാലും തരത്തില്ല, ഇപ്പൊ സുഖം ഇല്ലാത്തപ്പം ഓഫർ ചെയ്യുവാന്നും ചോദിക്കും. കാര്യം എന്താ? ശരീരം ബലഹീനമായപ്പോൾ, രോഗം ബാധിച്ചപ്പോൾ ആ സംഗതികളോടൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതെയായി. ഇതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ഉപദ്രവങ്ങളും അനുവദിക്കുന്നത് എന്തിനാ? നാച്ചുറലി ലോകത്തോടും പാപത്തോടും ഒരു ഭയങ്കര അട്രാക്ഷൻ ഉള്ളതാണ് നമ്മുടെ സ്വഭാവവും ജീവിതവും. സ്വാഭാവികമായി ലോകത്തോടും പാപത്തോടും ഒരു ആകർഷണീയതയുണ്ട്. എന്നാൽ അതിനോടുള്ള നമ്മുടെ ആകർഷണം കുറയ്ക്കാൻ വേണ്ടി നമ്മെ പലപ്പോഴും കഷ്ടതകളിലും സങ്കടങ്ങളിലും ഇങ്ങനെ ദൈവമാക്കി വെക്കും. സ്തോത്രം. കഷ്ടങ്ങളിലും സങ്കടങ്ങളിലും ആക്കി വെക്കും. അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. സ്തോത്രം. അപ്പോൾ ദൈവം ഈ കഷ്ടതകളെ, സങ്കടങ്ങളെ, ഉപദ്രവങ്ങളെ അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മിലുള്ള പാപ സ്വഭാവത്തെ, ജഡത്തിന്റെ സ്വഭാവത്തെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടിയിട്ടാ. സ്തോത്രം. So the persecutions or tribulations are allowed that they may just control our sinful nature.
our attractivity, our attraction to this world. അങ്ങനെ കഷ്ടങ്ങളിലൂടെ സ്തോത്രം നാം പോകുമ്പോൾ നമുക്ക് ഈ പാപത്തിന്റെ സുഖങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, പറ്റത്തില്ല. ഞാൻ ഒരിക്കൽ നാട്ടിൽ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് സന്തോഷത്തോടെ നാട്ടിൽ നിന്ന് പോരുന്നു. വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വഴിയിൽ കഴിക്കാനും വീട്ടിൽ തിരികെ ബോംബെയിൽ വന്നിട്ട് കഴിക്കാനും ഒക്കെ കൂടെ കൊണ്ടുവന്നു. ഞാനൊരു ചൊവ്വാഴ്ച വൈകുന്നേരത്ത് ഇവിടെ എത്തി. അന്ന് രാത്രിയിൽ എൻ്റെ ഫാദർ മരിച്ചു. നെക്സ്റ്റ് മോർണിംഗ് ഞാൻ തിരികെ വീണ്ടും നാട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് യാത്ര ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. ഞാൻ യാത്ര ഒത്തിരി ആസ്വദിച്ച് ചെയ്യുന്ന ആളാണ്. എനിക്ക് യാത്ര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ സന്തോഷത്തോടാണ് വന്നത്. കാഴ്ചയൊക്കെ കണ്ട് ട്രെയിനിന്റെ ജനലിനടുത്തിരുന്ന് ഒക്കെ കൈ കിട്ടതൊക്കെ മേടിച്ച് കഴിച്ചും കുടിച്ചും ഒക്കെ പോരുന്നു. പക്ഷെ അങ്ങോട്ട് പോയപ്പോ ഞാൻ അങ്ങനെയല്ല പോയത്. ചർച്ചിലെ സഹോദരങ്ങളൊക്കെ ചിലതൊക്കെ ഫുഡും ഒക്കെ തന്നാ വിട്ടത്. അതുപോലും കഴിക്കാനായിട്ട് മനസ്സ് വന്നില്ല. കഷ്ടിച്ച് ഒത്തിരി ദാഹിച്ചപ്പോൾ ഒരൽപ്പം വെള്ളം. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആസ്വദിച്ച കാഴ്ചകളൊക്കെ അങ്ങോട്ട് പോയപ്പോഴും കണ്ടു. ഇങ്ങോട്ട് വന്ന അതേ ട്രെയിനിന് അതേ റൂട്ടിൽ ഞാൻ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക്. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട സന്തോഷിച്ച അതേ കാഴ്ചകൾ, പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ആസ്വാദ്യം ആയിരുന്നില്ല. കാര്യമെന്താ? എൻ്റെ മനസ്സിനൊരു മുറിവേറ്റിട്ടുണ്ട്. എൻ്റെ ഫാദർ മരിച്ചു. അപ്പച്ചൻ മരിച്ചുവെന്ന് അറിഞ്ഞ് ഡെഡ് ബോഡി കാണാനും ഫ്യൂണറലിനും വേണ്ടിയിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നില്ല, കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്നില്ല. I was unable to enjoy the pleasures. In the same way, God allows these pains overtake sometimes our hearts, that we may not be able to enjoy the pleasures of the flesh, the offers of the devil, the pleasures of this world. കൺമോഹവും ജഡമോഹവും ജീവനത്തിന്റെ പ്രതാപങ്ങളും ഇതൊന്നും ആസ്വദിപ്പാൻ കഴിയാത്തവരായി അതിനെയൊക്കെ വേണ്ടെന്ന് വെച്ച് പോകുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഉപദ്രവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഉപദ്രവങ്ങളുടെയും കഷ്ടങ്ങളുടെയും മുൻപിൽ പിറുപിറുക്കാതെ നമ്മെ പാപ സ്വഭാവത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി അതിനൊക്കെ വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് നാം മുൻപോട്ട് പോകണം. സ്തോത്രം. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? സംശയമൊന്നുമില്ലേ? സ്തോത്രം. Yes, to detach us from this world and more to attach us with the Lord. ലോകത്തിൽ നിന്നും നമ്മെ അകറ്റി അടർത്തി മാറ്റി ദൈവത്തോട് അടുപ്പിക്കുവാൻ. സ്തോത്രം. ദൈവത്തോട് അടുപ്പിക്കുവാൻ. അതിനുവേണ്ടിയാണ് ഈ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ ഒന്നും മുൻപിൽ നമ്മൾ പതറരുത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പാപത്തിന് ദൈവം ശിക്ഷ വിധിക്കുന്നതിന്റെ പൊതു ഭാഗമായിട്ടാണ് ഇവകൾ നമുക്ക് അനുവദിക്കുന്നതെന്ന് നാം കണ്ടു. സംശയങ്ങൾ ഒന്നുമില്ല എന്ന് കരുതുന്നു.
ചോദ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇനി വിശദീകരിപ്പാൻ ഒത്തിരി ഉണ്ടെങ്കിലും നിൽക്കാതെ ഞാൻ അങ്ങ് പോവുകയാണ്. സ്തോത്രം. 11th reason why God allows persecutions. ഉപദ്രവങ്ങൾക്ക് പിൻപിലുള്ള 11ാമത്തെ ദൈവിക കാരണം. 11ാമത്തെ ദൈവിക കാരണം എന്ന് പറയുന്നത് മുൻപ് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളോട് ചേർന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ സഹോദരങ്ങളിൽ ചിലര് പ്രപ്പോസ് ചെയ്ത ഒന്ന് ഞാൻ ആ നിലയിൽ തന്നെ പറയുകയാണ്. ടു ബ്രിങ് us to Christ-like nature, moreover of obedience. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപപ്പെടുത്തി അനുസരണം പഠിപ്പിക്കുവാൻ ദൈവം ഉപദ്രവങ്ങളെ നമുക്ക് അനുവദിക്കും. സ്തോത്രം. അനുസരണം പഠിപ്പിക്കുവാൻ, ക്രിസ്താനുരൂപരാക്കി നമ്മെ തീർക്കുവാൻ. നമ്മതിൽ ചില ഭാഗങ്ങൾ നേരത്തെ കണ്ടതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അത്രയും ഭാഗം ആ ഒരു പോയിന്റ് അങ്ങനെ പറഞ്ഞങ്ങ് വിടുന്നതേ ഉള്ളൂ. Hebrews chapter 5 and verse 8. എബ്രായർ 5:8 വാക്യം വായിക്കാം നമുക്ക്. അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. ഈ വാക്യം ഞാൻ ഉദ്ധരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിനും നമ്മുടെ രക്ഷകനായിട്ട് തെളിയിക്കപ്പെടുന്നതിനും മുമ്പ് ഒരു ഗ്രാജുവേഷൻ ചെയ്തു, ഒരു ഡിഗ്രി എടുത്തു. കർത്താവിന് കിട്ടിയ ഡിഗ്രി, ഗ്രാജുവേഷൻ ഏതാണ്? അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ഗ്രാജുവേഷൻ ഇൻ ഒബീഡിയൻസ്. പക്ഷേ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏതായിരുന്നു? സ്കൂൾ എന്നോ കോളേജ് എന്നോ യൂണിവേഴ്സിറ്റി എന്നോ സെമിനാരി എന്നോ ഒക്കെ വിളിച്ചോ, കുഴപ്പമില്ല. ഏത് യൂണിവേഴ്സിറ്റിയിലാ? The University of Suffering or the School of Suffering. സ്തോത്രം. കഷ്ടതയുടെ പള്ളിക്കൂടത്തിൽ അല്ലെങ്കിൽ കോളേജിൽ, കലാലയത്തിൽ പഠിച്ച് അനുസരണം എന്ന ഗ്രാജുവേഷൻ അല്ലെ PhD എന്ന് പറഞ്ഞു, കുഴപ്പമില്ല, ചെയ്തിട്ടാണ് ക്രിസ്തു നമ്മുടെ രക്ഷകൻ എന്ന് തെളിയിക്കപ്പെട്ടത്. യേശുക്രിസ്തുവിന് പോലും തന്റെ അനുസരണം എന്ത് ചെയ്യേണ്ടി വന്നു? തെളിയിക്കേണ്ടി വന്നു. കാരണം ആദ്യത്തെ ആദാമിന്റെ പ്രശ്നം പ്രധാനമായിട്ടും എന്തായിരുന്നു? അനുസരണക്കേടായിരുന്നു, ഡിസൊബീഡിയൻസ് ആയിരുന്നു. ഒന്നാമത്തെ ആദാമിന്റെ പ്രധാന പ്രശ്നം അനുസരണക്കേടായിരുന്നു, ഡിസൊബീഡിയൻസ്. അതുകൊണ്ട് അതിന് പരിഹാരം വരുത്തുവാൻ വന്ന ഒടുക്കത്തെ ലാസ്റ്റ് ഏഡം, ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിന് അനുസരണത്തിൽ തികഞ്ഞവനായി തീരേണ്ടി വന്നു. അനുസരണത്തിൽ തികഞ്ഞവനായി തീരേണ്ടി വന്നു. എന്നാൽ ആ അനുസരണത്തിലുള്ള തികവ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത് എവിടെയാ? കഷ്ടങ്ങളില്ല, സഫറിങ്സില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ, സ്തോത്രം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒക്കെ നന്നായിട്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരനുസരിക്കും. എന്നാൽ നമ്മൾ അവരെ വഴക്ക് പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇരിക്കുമ്പം അവരോടൊന്ന് പറ,
അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറ, പക്ഷെ അവർ ചെയ്യത്തില്ല. അനുസരണമുള്ളവരാണെങ്കിൽ ചെയ്യും. സ്തോത്രം. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലാം നന്നായിരിക്കുമ്പോൾ നാം ദൈവത്തെ അനുസരിക്കണമെന്നല്ല. അത് എല്ലാവരും ചെയ്യും. എന്നാൽ തിന്മയായത് ഭവിക്കുമ്പോഴും അതിൽ കൂടെയും ദൈവത്തെ അനുസരിക്കുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കുകയായിരിക്കും. സ്തോത്രം. യേശു ക്രിസ്തു നമുക്കതിന് മാതൃകയായി തീർന്നു. ക്രിസ്തുവിനെ പോലെ നാമും അനുസരണം പഠിച്ച് തികഞ്ഞവരാകുവാൻ യേശു കർത്താവ് പഠിച്ച അതേ സ്കൂളിൽ നമുക്കും അഡ്മിഷൻ തന്നിട്ടുണ്ട്. സ്തോത്രം. ഒത്തിരി പേരുണ്ട് യേശു സ്നാനപ്പെട്ട യോർദാനിൽ പോയൊന്ന് മുങ്ങണമെന്ന് പറയുന്നവർ. ബാക്കിയുള്ളിടത്തൊക്കെ സ്നാനപ്പെട്ടവരും അവിടെ പോകുമ്പം അവിടെ പോയി മുങ്ങാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുളിക്കാൻ പോകുന്നെങ്കിൽ പൊക്കോ, നിങ്ങൾ ആരെങ്കിലും പോകുന്നെങ്കിൽ അവിടെ കിട്ടുന്ന ഗൗണുമായിട്ട് സ്നാനപ്പെടാനൊന്നും പോയേക്കരുത് കേട്ടോ. യോർദാനിൽ പോയി മുങ്ങിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്തോത്രം. യോർദാനിൽ മുങ്ങിയാലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ മുങ്ങിയാലും ഒക്കെ സ്നാനം അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ ക്രിസ്തു മുങ്ങിയ യോർദാനിൽ എനിക്ക് മുങ്ങണമെന്ന് പറയുന്നവർ യേശു ക്രിസ്തു ഏറ്റ വേറൊരു സ്നാനമുണ്ടല്ലോ, അറിയാമല്ലോ അല്ലേ? ബൈബിളിൽ ഏതാണ്ട് 7 പ്രകാരത്തിലെ സ്നാനമുണ്ട് കേട്ടോ. അതിലൊരു സ്നാനമാണ് ബാപ്റ്റിസം ഓഫ് സഫറിങ്. ബാപ്റ്റിസം ഓഫ് സഫറിങ്, കഷ്ടതകളുടെ ഉപദ്രവങ്ങളുടെ സ്നാനം. മറ്റേ ആന്റി ഉണ്ടല്ലോ, ശലോമി ആന്റിയുടെ 2 മക്കളെയും കൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് റിക്വസ്റ്റ് ഒക്കെ നടത്തി നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ ഇടത്തും വലത്തും ഇരുത്തണമെന്ന് യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുവന്നിട്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞതാ, എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട്, നിങ്ങൾ ആ സ്നാനം ഏൽക്കുമോ? സ്തോത്രം. അത് സഫറിങ്സ്, കഷ്ടതകളുടെ. സ്തോത്രം. അതെ, യോർദാനിൽ സ്നാനമേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ക്രിസ്തുവിന്റെ കഷ്ടതകളെന്ന സ്നാനത്തിലും കൂടെ പങ്കാളികളായിട്ട് ക്രിസ്തുവിന്റെ അനുസരണ സ്വഭാവമുള്ളവരായി മാറുവാൻ ഇന്ന് രാത്രി കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ആവശ്യം എന്താണ്? കർത്താവിനോട്, ദൈവത്തോട് കൂടുതൽ അനുസരണമുള്ളവരായി തീരണം. നമ്മെ അനുസരണം പഠിപ്പിക്കുന്ന വർക്ക്ഷോപ്പാണ്, സ്കൂളാണ്, കോളേജാണ് സഫറിങ്, പെർസിക്യൂഷൻസ്. സ്തോത്രം. അതിൽ കൂടെ നമ്മൾ ആ കഷ്ടതയിൽ തികഞ്ഞവരായി തീർന്നാൽ വെരി ഗുഡ്. അപ്പോൾ ക്രിസ്ത്യൻ മെച്യൂരിറ്റി, ദ ഫുൾനെസ് ഓഫ് ക്രിസ്ത്യൻ ഗ്രോത്ത് എന്ന് പറയുന്നത് കഷ്ടതകളിലൂടെയാണ് നാം കൈവരിക്കുന്നത്. പ്രൈസ് ഗാഡ്. സ്തോത്രം. കഷ്ടതകളിലൂടെ കൈവരിക്കുന്ന ക്രിസ്ത്യൻ മെച്യൂരിറ്റി, ക്രിസ്തീയ ജീവിതത്തിന്റെ തികവ് കഷ്ടതകളിലൂടെ കൈവരിക്കുവാൻ ദൈവം ഒരുക്കുന്ന വഴികളാണ് നമ്മുടെ ജീവിതത്തിലെ ഉപദ്രവങ്ങൾ, കഷ്ടതകൾ എന്നുള്ളതാണ് 11ാമത്തെ കാരണം. സ്തോത്രം. മുൻപോട്ട് പോകാം എന്ന് ഞാൻ കരുതുന്നു. 12ാമത്തെ കാരണത്തിലേക്ക് നമുക്ക് വരാം. 12th reason. സ്തോത്രം. 12th reason. 11ാമത്തേതില് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മളൊക്കെ ഒട്ടും സോ ഇംപേഷ്യന്റ് നമ്മളല്ലേ, ഇൻടോളറന്റാ, നമ്മൊട്ടും സഹിഷ്ണുതയില്ലാത്തവരാ. ഒട്ടും സഹിഷ്ണുതയില്ല. ഈ സഹിഷ്ണുതയില്ലാത്ത നമ്മളെ
സഹിഷ്ണുത പഠിപ്പിക്കുന്നത് കഷ്ടതകളിലൂടെയാണ്. എന്ത് ചെയ്യാനാ വേറെ? അവിടെ ഇട്ട സ്തോത്രം കഷ്ടത പഠിപ്പിക്കും. ആ കഷ്ടതകളിലൂടെ നമ്മളെ സഹിഷ്ണുത പഠിപ്പിക്കും. ആ സഹിഷ്ണുതയിലൂടെ നമ്മൾ അനുസരിക്കാൻ വേണ്ടി പഠിക്കും. സ്തോത്രം. ഒത്തിരി പേരുണ്ട് സോ ഇംപേഷ്യൻ, ഇപ്പം വേണം അവർക്കെല്ലാം. നടക്കത്തില്ല. സ്തോത്രം. നടക്കത്തില്ല. They jump from pillar to post. അവര് ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ അല്ലെങ്കിൽ പ്രാപിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കും. ദൈവത്തെ പോലും അങ്ങ് ധൃതി കൂട്ടും. അവര് ഭയങ്കര വെപ്രാളക്കുട്ടികളാ. ഒട്ടും സഹിഷ്ണുതയില്ല, ഒന്നും കൊണ്ട് സഹിക്കത്തില്ല. സ്തോത്രം. എന്നാൽ നമ്മെ അതൊക്കെ പഠിപ്പിക്കുന്നത് കഷ്ടതകളിൽ കൊണ്ടിട്ടിട്ടാണ്. അതിനാണ് ദൈവം അനുവദിക്കുന്നത്. ഓക്കെ, 12ാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. സ്തോത്രം. Persecutions generate glory. ഉപദ്രവങ്ങൾ നമ്മെ തേജസ്സിനു വേണ്ടി ഒരുക്കുന്നു, അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ നമുക്ക് തേജസ് പ്രതിഫലങ്ങളായി നൽകുന്നു. സ്തോത്രം. Persecutions prepare glory for us, or persecutions prepare us for divine glory. ഉപദ്രവങ്ങൾ രണ്ടും ഉണ്ട് കേട്ടോ. ഉപദ്രവങ്ങൾ, കഷ്ടതകൾ നമ്മെ തേജസ്സിന് വേണ്ടി ഒരുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി തേജസ്സും ഒരുക്കുന്നു. രണ്ടുമുണ്ട്. ഒരേ വിഷയത്തിന്റെ രണ്ട് വശങ്ങളാണിത്. They prepare us for qualify to achieve the glory prepared for us. Also, persecutions prepare or reserve a divine glory, immense measurement of glory for us. ഇത് രണ്ടും ഉണ്ട്. മനസ്സിലായോ? സ്തോത്രം. ഉപദ്രവങ്ങൾ നമ്മെ തേജസ്സിനായിട്ട് പ്രാപ്തരാക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി തേജസ്സും ഒരുക്കുന്നു. ഈ രണ്ട് ഒരുക്കങ്ങളും നമ്മെയും ഒരുക്കുന്നു, തേജസ് നമുക്ക് വേണ്ടിയും ഒരുക്കുന്നു. മനസ്സിലാവുന്നല്ലോ? പ്രയാസമില്ലേ? സ്തോത്രം. ഉണ്ടെങ്കിൽ പറയണേ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ. കൺഫ്യൂസ് ആയിട്ട് ആരും പോകരുത്. യെസ് പ്ലീസ്, ഒന്നുകൂടെ പറയണം. ഓക്കെ. See, God has prepared a glory for us. We are made for glory. A glory is prepared for us. Let's just read one verse from 1 Corinthians chapter 2 and verse 7. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. സ്തോത്രം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമുക്ക് വേണ്ടി ഒരു മുൻ നിയമനം നടത്തി. God ordained something for you and me even before the world began. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? Even before the world was created, God created something for those who love the Lord.
9-ാമത്തെ വാക്യത്തിലുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഭാവന പോലും കണ്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. എന്താ അത്? ഞാൻ ആ വാക്യത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ മിക്കപ്പോഴും ഒക്കെ പറയാറുള്ളത്, നീ കുടിച്ചിട്ടില്ലാത്ത കിണറ്റിൽ നിന്ന് കുടിക്കും, നീ പണിഞ്ഞിട്ടില്ലാത്ത വീട്ടിൽ പാർക്കും, നീ നട്ടിട്ടില്ലാത്ത തോട്ടത്തിൽ നിന്ന് തിന്നും, നീ കണ്ടിട്ടില്ലാത്ത രാജ്യത്തേക്ക് ദൈവം നിന്നെ അയക്കും. ഇതൊക്കെയാ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. ഞാൻ അതിനെ നിരസിക്കുന്നില്ല, പക്ഷേ 1-ാം ഭാഗം അത് സ്വീകരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. കർത്താവ് നമ്മൾ കുഴിക്കാത്ത കിണർ തരുന്നെങ്കിൽ വെള്ളം കോരി കുടിച്ചോ, കുഴപ്പമില്ല. നമ്മൾ പണിയാത്ത വീട്ടിൽ ദൈവം നമ്മളെ കൊണ്ട് താമസിപ്പിക്കുന്നെങ്കിൽ താമസിച്ചോ, കുഴപ്പമില്ല. നമ്മൾ പണിയാത്ത വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ മിക്കവാറൊക്കെ. അപ്പൊ പിന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുമായിട്ട് അതിന് ബന്ധമില്ല. ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് കനാൻ നാട്ടിൽ ഫ്രീ ആയിട്ട് കൊണ്ട് താമസിപ്പിക്കുന്ന കാര്യമാണ്. നമ്മളെ പക്ഷെ അങ്ങനെയല്ല. പോട്ടെ, അത് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്താണ്? 2 ഒരുക്കങ്ങൾ അവിടെ ഉള്ളത്. ഒന്ന്, എനിക്കൊന്ന് ജിജോയ ഇപ്പം മെസ്സേജ് അയച്ചത്, ടെക്സ്റ്റ് ചെയ്തത്, the first preparation for us was Jesus Christ. Jesus Christ. സ്തോത്രം. കർത്താവ്, ദൈവം നമുക്ക് വേണ്ടി, സ്തോത്രം. ഓക്കെ, 2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 2 പേരും ഓരോന്നോരോന്ന് അയച്ചിട്ടുണ്ട്. 2 പേർക്കും 1/2 മാർക്ക് ചെയ്തുണ്ട് കേട്ടോ. ഹാഫ് മാർക്സ് ഈച്ച്. 2 ഒരുക്കങ്ങളാണ്. 2 preparations. First preparation was Jesus Christ. യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് വേണ്ടി ഒരുക്കിയത്. തേജസ്സിന്റെ കർത്താവിനെ, മർമ്മമായ ക്രിസ്തുവിനെ, ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ. ജീസസ്, the wisdom of God. Jesus, the wisdom of God, had been prepared for you and me from even before the world began. മറ്റൊന്ന് നാം അവിടെ കാണുന്നത്, a glory for us. നമുക്ക് വേണ്ടി ഒരു തേജസ് ദൈവം മുന്നൊരുക്കിയിരുന്നു. So a glory was already prepared for us. But now we have to be prepared to receive that glory which has been prepared from of old. The persecutions prepare you and me to occupy that glory. Praise the Lord. That is the first part. I think now you got the first part. സ്തോത്ര. മനസ്സിലാവുന്നുണ്ടല്ലോ? ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം നമുക്ക് വേണ്ടി ഒരു തേജസ് മുന്നൊരുക്കി. ഹല്ലേലൂയ. ഒരു തേജസ് മുന്നൊരുക്കി. നമ്മുടെ തേജസ്സിനായി ദൈവം തേജസ്സിന്റെ കർത്താവിനെയും മുന്നൊരുക്കി. ഈ 2 മുന്നൊരുക്കങ്ങളാണ് നമുക്ക് വേണ്ടി കർത്താവ് നടത്തിയത്. തേജസ്സിന്റെ കർത്താവായ ക്രിസ്തുവിനെ, 2 ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അനന്തമായ തേജസ്. ഈ 2 ഒരുക്കങ്ങളും ദൈവം പണ്ടേ എഫേസ്യർ 1:4 അടിസ്ഥാനപ്പെടുത്തി ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരുക്കി. 1 കൊരിന്ത്യർ 2:7 ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യാടിസ്ഥാനത്തിൽ ലോക സൃഷ്ടിക്ക് മുമ്പേ ഒരുക്കി. Titus 1:2, തീത്തോസ് 1:2 അടിസ്ഥാനത്തിൽ സകല കാലത്തിനും മുമ്പേ ഒരുക്കി. ബിഫോർ ദ ടൈം ബിഗാൻ. എല്ലാ അർത്ഥം ഒന്ന് തന്നെയാ. സ്തോത്രം, സ്തോത്രം. വേർഡിങ്സ് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ.
That means in the past eternity, God prepared for us. But now through these persecutions, what does God do? God is preparing you and me, yes, to receive that divine glory. നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും മാത്രം, സ്തോത്രം, ആ തേജസ്സിന് യോഗ്യരായിട്ട് മാറുന്നില്ല. സ്തോത്രം, ആ തേജസ്സിന് നാം യോഗ്യരായിട്ട് തീരുന്നില്ല. എന്നാൽ നമ്മെ ആ തേജസ് പ്രാപിക്കത്തക്കതുപോലെ ഒരുക്കിയെടുക്കുന്ന ഈ ഉപദ്രവങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് വേണ്ടി മുന്നൊരുക്കിയ തേജസ്, അതിനുവേണ്ടി നമ്മെ ഇപ്പോൾ ഉപദ്രവങ്ങളിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഒന്നാം ഭാഗം ഞാൻ പറഞ്ഞത്. രണ്ടാം ഭാഗം അതിന്റെ മറുവശമാണ്. അതെന്താണ്? നാം ഇന്ന് അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും ക്ലേശങ്ങൾക്കും ആനുപാതികമായി ദൈവം തേജസ്സിനെ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. God is preparing a glory. സ്തോത്രം. God is preparing a glory in ratio, a glory for us in ratio with the persecutions we endure today. The sufferings we go through today. ഇന്ന് നാം കടന്നു പോകുന്ന കഷ്ടതകളുടെ, ഉപദ്രവങ്ങളുടെ, സങ്കടങ്ങളുടെ ആനുപാതികമായിട്ട് നമുക്ക് വേണ്ടി വ്യക്തിപരമായ തേജസ് ഒരുക്കുന്നു. ഒന്നാമത്തെ ഭാഗം എന്താണ്? A general glory prepared for all the people who would come to him through Christ. ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് അടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പൊതുവായി ഒരുക്കപ്പെട്ട തേജസ്സാണ് ഒന്നാമത്തേത്, മുന്നൊരുക്കപ്പെട്ട തേജസ്. That is a general preparation of glory for all the saints, all the repenting sinners, all the justified sinners. A general preparation, പൊതുവായിട്ടുള്ള തേജസ്സിന്റെ ഒരുക്കമാണത് ഒന്നാം ഭാഗം. രണ്ടാം ഭാഗം നമുക്ക് വേണ്ടി തേജസ് ഒരുക്കുന്നെന്ന് പറഞ്ഞാൽ പേഴ്സണലി നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? നാം അനുഭവിക്കുന്ന കഷ്ടതകളുടെ അടിസ്ഥാനത്തിൽ. എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഈ റേഷ്യോ നമ്മൾ പ്രാപിക്കുവാൻ പോകുന്ന തേജസ്, അതിന്റെ റേഷ്യോ, അതിന്റെ അനുപാതം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നാം ഇന്ന് കടന്നു പോകുന്ന ഉപദ്രവങ്ങളുടെ, കഷ്ടതകളുടെ അടിസ്ഥാനത്തിലാണ്. Less persecutions, less glory. More persecution, more glory. Yes. More persecutions, more glory. സ്തോത്രം. ഇപ്പൊ മനസ്സിലായോ ഈ രണ്ടൊരുക്കങ്ങൾ, രണ്ട് വശങ്ങൾ? സ്തോത്രം. ഇനിയും പറയണോ? സ്തോത്രം. ആർക്കെങ്കിലും ഇനി മനസ്സിലാകാനുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ പ്ലീസ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഈ ഉപദ്രവങ്ങളോ കഷ്ടതകളോ നമ്മെ തേജസ്സിനായിട്ട് ഒരുക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ടി തേജസ്സും കൂടെ ഒരുക്കുന്നുണ്ട്. സ്തോത്രം. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങൾ, സ്തോത്രം, റോമൻസ് ചാപ്റ്റർ 8, റോമാലേഖനം 8-ാമത്തെ അധ്യായം 17 and 18, 17-18 വാക്യങ്ങൾ.
നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. എന്നിട്ട് പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കണ്ടോ, നാം ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ നാം തേജസ്കരിക്കപ്പെടും. സ്തോത്രം. ക്രിസ്തുവിനോടുകൂടെ നാം തേജസ്കരിക്കപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. Praise God. Absolutely. സ്തോത്രം. Now we are happy to receive both. Praise God. സ്തോത്രം. അതായത് ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നില്ലെങ്കിൽ തേജസ്സിലേക്കും അവകാശം പറയാൻ പറ്റത്തില്ല. സ്തോത്രം. തേജസ് വേണോ, കഷ്ടത കൂടെ വേണം. അതാണ് സ്തോത്രം. യെസ്, വി ആർ കമ്മിങ് ടു ദാറ്റ്, ജിജോ. അതുകൊണ്ടാണ് ഒരു ചർച്ച് ഹിസ്റ്റോറിക്കൽ പ്രോവർബ് ഉള്ളത് നിങ്ങൾക്കറിയാം. നോ ക്രൗൺ വിതൗട്ട് ക്രോസ്. കുരിശില്ലാതെ കിരീടമില്ലെന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. സഭാചരിത്രത്തിലെ പഴഞ്ചൊല്ലാത്. എ പ്രോവർബ് in church history. No crown without cross. Without cross. No cross, no crown. No crown without cross. പറഞ്ഞത്, നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും. അതിനെ കുറെ കൂടെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് 2 Corinthians chapter 4 verse 17 and verse 18. Yes. For a momentary light affliction is producing for us an absolutely incomparable eternal weight of glory. So we don't... Okay, enough. 17 is enough. 17ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചത്? Our light affliction and momentary affliction works for us a far more exceeding and eternal weight of glory. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഭയങ്കര പഠിത്തമുള്ള ജ്ഞാനിയായ താർക്കികനായിരുന്ന പണ്ഡിതനായിരുന്ന പൗലോസിന് വാക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഭാഷയുടെ ശൈലിയൊന്നും ഇല്ലാതെ പൗലോസ് അങ്ങ് പറഞ്ഞു പോവുക. കമ്പാരിസൺ കണ്ടോ അവിടുത്തേത്? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എങ്ങനെയുള്ളതാണ്? 10 മണിയായി. ഓക്കെ, ഞാൻ നിർത്താൻ പോവാ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നൊടി നേരത്തേക്കുള്ളതാ, മൊമെന്ററിയാണ്, ലഘുവായതുമാണ്. ലൈറ്റ് അഫ്ലിക്ഷൻ, ലൈറ്റ് ആൻഡ് മൊമെന്ററി അഫ്ലിക്ഷൻസ് ആണ് നമുക്കെന്നുള്ളത്. എന്നാൽ പകരം കിട്ടാൻ പോകുന്നത് എന്തുവാ? far more exceedingly great and eternal. മൊമെന്ററി ആയ കഷ്ടങ്ങൾക്ക് പകരം കിട്ടാൻ പോകുന്നത് ഇറ്റേണൽ ഗ്ലോറി. ലൈറ്റ് ആയ അഫ്ലിക്ഷൻസിന് പകരം കിട്ടാൻ പോകുന്നത് far more exceedingly greater and weighty glory. ആ വാക്കുകളെല്ലാം കൂടെ പറഞ്ഞു പിടിപ്പിക്കാൻ ചിലപ്പോൾ നമ്മുടെ തലയിൽ പോലും ഉൾക്കൊള്ളുന്നതല്ല പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതാണ് ആ തേജസ്സിനായി കർത്താവ് നമ്മെ ഒരുക്കുന്നതാണ്
നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ. ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നാകാം, നമ്മുടെ സഭാംഗങ്ങളിൽ നിന്നാകാം, നമ്മുടെ ഓഫീസിലാകാം, നമ്മുടെ സൊസൈറ്റിയിലാകാം. ചിലപ്പോൾ സാത്താൻ നമ്മളെ രോഗങ്ങളാലും കഷ്ടങ്ങളാലും പീഡിപ്പിക്കുന്നതാകാം. ഇതൊക്കെയാണെങ്കിലും ഇവയിലൂടെയെല്ലാം കർത്താവ് നമ്മെ ആ മുന്നൊരുക്കപ്പെട്ട തേജസ്സിന് വേണ്ടി ഒരുക്കുന്നു. കൂടാതെ നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കനുസരിച്ച് വ്യക്തിപരമായ ഒരു വലിയ തേജസ്സിന്റെ കനമേറിയ അനുഭവവും കൂടെ നമുക്കുണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കും. സ്തോത്രം. ബാക്കി ഭാഗം കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദ ലോർഡ്. ഓഫ് കോഴ്സ് ടുമോറോ വി വിൽ കണ്ടിന്യൂ. സ്തോത്രം. ഞാനും സമയം പോയത് ഇവിടെ വാൾ ക്ലോക്ക് ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ പോലെ ഇങ്ങനെ പോയി. സ്തോത്രം. നമുക്ക് കർത്താവിനെ വെച്ചാൽ ബാക്കി നാളെ ചിന്തിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ സ്തോത്രം, പ്രത്യാശ അതിനുവേണ്ടി എന്നെ ഒരുക്കുന്ന കഷ്ടതകൾക്കായിട്ട് സ്തോത്രം. പിന്നെ നമ്മൾ കണ്ടത് എന്നിലുള്ള പാപ സ്വഭാവങ്ങളെ സ്തോത്രം അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ എനിക്ക് അനുവദിക്കുന്ന കഷ്ടതകൾക്കായിട്ട് സ്തോത്രം. എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ നിത്യ തേജസ്സിനായി എന്നെ ഒരുക്കുന്ന കഷ്ടതകൾക്കായി സ്തോത്രം. നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് നമുക്കിന്ന് രാത്രി ദൈവത്തോടെ പ്രാർത്ഥിക്കാം.